ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ട് നമ്മൾ കയറ്റിയേക്കണേ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ലൈനറൊക്കെ അത്യാവശ്യമുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കണേ. ലൈനർ ഉപയോഗിക്കാനുണ്ട്, അത്യാവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. നല്ലോണം ലൂസായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. അതായത് പൂപ്പലൊക്കെ കയറി പൊടിയൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിടണം. അതേപോലെ കാർബേറ്റർ ആയാലും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കാർബേറ്ററിനകത്തും അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം ബ്ലോക്കാണ്. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടിട്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് കാർബേറ്റർ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ നമുക്ക് ഇപ്പോൾ കാര്യം സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2020 അതിൻ്റെ മോഡൽ കേട്ടോ. 2020 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ 12 വോൾട്ട് 4 ആമ്പയറുള്ള ബാറ്ററിയാണ്. നമുക്ക് ഗ്ലാമറിന് വന്നത് അതാണ്. അതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതുകൊണ്ട് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.98 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് വോൾട്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ വാല്യൂസ് കറക്റ്റ് ഇവിടെ കണ്ടീഷൻ കാണിക്കും. അപ്പോൾ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ. എങ്കിൽ കൂടി സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യണുണ്ട് എന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം ബാറ്ററി തന്നെ നിലനിർത്താം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ. കാരണം അത് എപ്പോൾ വേണമെങ്കിലും, കാരണം ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണ പോലെയല്ല. സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വോൾട്ട് ആമ്പിയറൊക്കെ മാച്ച് ആയാലാണ് വർക്കിങ്ങിലേക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് വർക്കാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട് ബാറ്ററി. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് ഏകദേശം എത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അതൊരു കംപ്ലയിൻറ്റിൻ്റെ രൂപത്തിൽ സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മൾ വരും എന്തെങ്കിലും കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലഗ് ആയാലും നമ്മൾ അഴിച്ച് നോക്കണമുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ പ്ലഗും കൂടിയും ചേഞ്ച് ചെയ്യണം. പ്ലഗ് ആയാലും അത്യാവശ്യം അതിൻ്റെ പോയിൻ്റൊക്കെ ഒരുവിധം കത്തി ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ആയേക്കണതാണ് അത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ബ്രാക്കറ്റൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട് ഇതുമേ. ഇപ്പം ബ്രേക്കിൻ്റെ കാളിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ ബൂട്ട് സെറ്റൊക്കെ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഹാൻഡിലുമൊക്കെ നല്ല തെറിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതും പ്രകാരം നോക്കുമ്പോൾ ഷോക്കൊന്നും വർക്കിംഗ് അല്ല. അതായത് നോർമൽ സാധാരണ രീതിയിലുള്ള ആക്ഷനൊന്നും ഇല്ല ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഷോക്ക് ഫ്രണ്ടൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഫോർക്കിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് സംഭവിച്ചതെന്നുള്ള ദിവസം അഴിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ബ്രാക്കറ്റൊക്കെ കൂടെ ബെൻഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് അഴിച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓയിൽ മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ഓയിൽ വിത്ത് ഓയിൽസിലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗട്ടറുള്ള വഴിക്കൊക്കെ ഉള്ളോ എന്തെങ്കിലും വണ്ടി ഓടണേ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ആയാലും ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ക്ക്, ഒരു നമ്മൾ വീല് കറക്കണ സമയത്ത് ഒരു ജെർക്കിങ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആരംഭമാണത്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിന് ശേഷം ഫ്രണ്ട് അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. എന്താണ് ഫ്രണ്ട് ഫോർക്ക് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ള ദിവസം നോക്കിയിട്ട് വല്ല ബെൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഫ്രണ്ട് ഫോർക്കിൻ്റെ അഴിച്ചിട്ട് അഡീഷണൽ എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള ദിവസം നോക്കിയിട്ട് അഡീഷണൽ എസ്റ്റിമേറ്റ് വീണ്ടും പറയാം. ഓക്കെ. അപ്പോൾ ആദ്യം വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് അപ്രൂവൽ തരാം. നിങ്ങളുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വൈകാണ്ട് ചെയ്യാം.